കടല വെന്തതാ, കപ്പയും വെന്തതാ. അപ്പൊ ഇത് മൂടി വെക്കണ്ടേ? തീച്ചിരി കുറച്ചിടാ അല്ലേ? തേങ്ങ ഒന്ന് വേവാൻ മൂടി വെക്കണ്ടേ? മൂടി വെക്കാൻ മുകളിലായിരിക്കും. മൂടില്ല. ചാണ് തന്നേരെ. ഇങ്ങനെ കഴിക്കുമ്പോ ഞാൻ പിന്നെ കഴിക്കും. ചാതാ. അയ്യോ അവിടെ ചാടി. വെള്ളം അതെടുത്ത് വെക്കണോ? ചായ ഉണ്ടല്ലോ. ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളായിട്ട് കുക്കിംഗ് വീഡിയോ വന്നിട്ട് അപ്പോൾ ഇടയ്ക്കൊരു കുക്കിംഗ് വീഡിയോ ഒക്കെ ആകാം. അപ്പം ഇന്ന് കുക്കിംഗ് എന്ന് പറയാൻ അതിന് വലിയ സംഭവമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കും. ആ കാര്യമാണതാ ചേട്ടൻ്റെ തേങ്ങ ചിരകിയ തേങ്ങ തീറ്റയും ഒരേ സമയത്ത് നടക്കുന്നുണ്ട്. ചേട്ടൻ കഷ്ടപ്പെട്ട് തേങ്ങ ചിരങ്ങുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? മുകളിൽ കിടക്കുന്നത് കടലയാണെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ തൊട്ട് താഴെ കാണുന്നത് കപ്പ വാട്ടിയതാണ് കേട്ടോ. അപ്പം നമ്മളിന്ന് അത്താഴം കപ്പ വാട്ടിയത് കടലയും കൂടെ ചേർത്ത് നമ്മൾ കടല ഉണ്ടാക്കാൻ പോവുകയാണ്. ചെറുപ്പത്തിലൊക്കെ എൻ്റെ സ്ഥിരം ആഹാരമായിരുന്നു. അതായത് മീൻകറി ഇറച്ചിക്കറി ഒന്നും ഇല്ല എങ്കിൽ കപ്പ കടല ഇട്ട് പുഴുങ്ങും. കപ്പ കക്ക ഇറച്ചി ഇട്ട് പുഴുങ്ങുമെന്ന് കേട്ടിട്ടുണ്ട്. പച്ചപ്പയർ ഇട്ട് പുഴുങ്ങുമെന്ന് കേട്ടിട്ടുണ്ട്. അതായത് പള്ളിപ്പയറില്ല, അതിട്ട് പുഴുങ്ങുന്നു. കപ്പ കടല ഇട്ട് പുഴുങ്ങാറുണ്ട്. നമ്മൾ മൂവാറ്റുപുഴ തൊടുപുഴ ഈ ഏരിയയിലേക്കൊക്കെ ഈ ഒരു കോംബോ ഉള്ളതാണ് കേട്ടോ. അപ്പം ഇന്നത്തെ സ്പെഷ്യല് നമ്മൾ അത്താഴം കപ്പ കടല ഇട്ട് പുഴുങ്ങിയതും ആണ്. അത് കൂടാതെ ചേട്ടൻ ഇത്ര കഷ്ടപ്പെട്ട് തേങ്ങ ചിരണ്ടാൻ ഈ കപ്പക്കടലയ്ക്ക് വേണ്ടി മാത്രമൊന്നുമല്ല, നമുക്ക് അടുത്ത വീട്ടിൽ നിന്നും നല്ല പച്ചമാങ്ങ, നല്ല നാടൻ പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ നാട്ടുമാങ്ങയില്ലേ, അതാണ് കേട്ടോ സംഭവം. ഇതിൻ്റെ പഴമായിരുന്നെങ്കിൽ ഞാനൊരു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി പൊളിച്ചേനെ. പക്ഷേ ഇത് പച്ചമാങ്ങയാണ്, പഴുത്ത് തുടങ്ങിയിട്ടില്ല. അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയപ്പോൾ ഈ ഇടയായിട്ട് നമുക്ക് കുറച്ച് മാങ്ങ കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയ പച്ചമാങ്ങ. പിന്നെ ഇത് ആൻസ് കൊണ്ടുവന്ന പച്ചമാങ്ങ. അങ്ങനെ ഈ അടുത്ത കാലത്ത് നമുക്ക് കുറച്ച് പച്ചമാങ്ങകളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ മാമ്പഴം, പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയ ചെനച്ച മാങ്ങ. അങ്ങനെ ഇവിടെ മാങ്ങ കൊണ്ട് കുറേ നാളായിട്ട് ഇങ്ങനെ ആറാട്ടാണ്. അപ്പോൾ ഈ പച്ചമാങ്ങ ഉള്ളത് കൊണ്ട് ചേട്ടന് തേങ്ങ ചിരകാൻ ഇച്ചിരി ഉത്സാഹം കൂടി. കാരണം നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കാണുന്നത്. എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ, ചക്കക്കുരു കണ്ടപ്പോഴത്തേക്ക് ഫോൺ വരെ അടിച്ചു പോകുന്ന തോന്നുന്നു. അപ്പോൾ അതാ ചക്കക്കുരു. അപ്പോൾ ഈ ചക്കക്കുരു നമുക്ക് കുറച്ച് ചക്കക്കുരു എടുത്ത് ഞാൻ ഒരുക്കി വെക്കാമെന്ന് വിചാരിക്കുവാണ്. കാരണം ഇത് ഒരുക്കാൻ ഭയങ്കര എളുപ്പമാണ്. നല്ല ചേട്ടനാണെങ്കിൽ മുറത്തിൽ വെച്ച് നല്ല ഡ്രൈ ആക്കി വെച്ചേക്കും. അതുകൊണ്ട് തന്നെ തൊലിയൊക്കെ പോയിക്കിട്ടത് ഇപ്പോഴേ തന്നെ ദേ ചേട്ടാ, ഇപ്പോഴേ തന്നെ തൊലിയൊക്കെ പോയി. ഈ സാധനം ഇട്ട് വെക്കുന്ന ഏറ്റവും നല്ലതെന്ന് കേട്ടു ഷുഗർ പേഷ്യൻസിനൊക്കെ. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ ഇവിടെ ഷുഗർ പേഷ്യൻസ് ആരും ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ചക്കക്കാലായ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ചക്കക്കുരു മാങ്ങ കൂടെ ചക്കക്കുരു മാങ്ങയുടെ കൂടെ അതിന്റെ പേര് മുരിങ്ങക്ക കൂടെ 2 ചെമ്മീനും കൂടെ ഇട്ട പൊളിക്കും. പൊളിക്കണ്ട. ചെമ്മീനുണ്ടോ? ഉണ്ട്. കിട്ടോ? അപ്പൊ നമ്മളത് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട്. ഇപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മുടെ കപ്പക്കഥ വിടാൻ പറ്റത്തില്ല. അയ്യോ, എൻ്റെ ഫോണിനെന്തോ
എടാ ഇതൊന്ന് തുറന്നു തരുവോടാ? ഇതൊന്ന് തുറന്നു തരുവോ? ജസ്റ്റ് ഒന്ന് കാണിക്കാനായിരുന്നു. ഓക്കെ മാറേ. അപ്പം അതാ നമ്മൾ തേങ്ങ അരപ്പ് റെഡിയാക്കാൻ പോവാണ്. ചുവന്നുള്ളി, പച്ചമുളക്, തേങ്ങ. തുറന്നത് നന്നായി. ഒരു കാര്യം ഇടാൻ മറന്നുപോയി. മഞ്ഞപ്പൊടി എടുക്കടാ. മഞ്ഞപ്പൊടി എടുത്തോണ്ട് വേടാ. അവനാ മഞ്ഞപ്പൊടിയുടെ അടുത്ത് പോയി നിന്നിട്ട് പോലും അവൻ കണ്ടില്ല. ഓ ബാ 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 എടുക്ക ഒരു സ്പൂണ്. ആ ഇട്ടോ, അത് മതി. പൊക്കോ. നീ എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് തന്നെ പൊക്കോ. അപ്പം നമുക്ക് കപ്പ കുറച്ച് വാട്ടിയപ്പോൾ ഇച്ചിരി ബാക്കി വന്നു. അത് ഞാനൊന്ന് തണുക്കാൻ വേണ്ടി വെച്ചേക്കുക. തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാക്കാം. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം. നമുക്ക് ഇപ്പം തൽക്കാലം കഴിക്കാനുള്ളത് മാത്രമേ മതി. അതുകൊണ്ടാണേ ഇതിനെ പിടിപ്പിക്കാനാണ് പാട്. ഒറ്റ കയ്യിലെല്ലാം ചെയ്യണം സുഹൃത്തുക്കളെ. വീഡിയോ പിടിക്കണം, അതിൻ്റെ ഇടയ്ക്ക് മിക്സി ഓണാക്കണം. ഈ മോര് കഴിച്ചവർക്കൊക്കെ ഈ മോരും പാത്രം ഒന്ന് കഴുകി വെച്ചാൽ തന്നെ. മോര് കഴിക്കാൻ ഇവിടെ എല്ലാവരും ഭയങ്കര തിരക്കാ, പ്രത്യേകിച്ച് ആൻസ്. ഇനി പാത്രം കഴുകില്ലാത്തവർക്ക് ഞാൻ മോര് കഴിക്കാൻ തരുന്നതല്ല. അപ്പം ഞാനിത് റെഡിയാക്കിയിട്ട് ഇങ്ങനെ ഇറക്കിയ ഈ സാധനം എന്നെ തീർച്ച എൻ്റെ മുഖത്തിരിക്കും. അങ്ങോട്ട് പഞ്ചാര പോലെ അരയൊന്നും വേണ്ട. മിക്സിയെ പിടിച്ചോണ്ട് അങ്ങനെ ഒന്നുകൊണ്ട് ചേട്ടൻ മിക്സിയെ പിടിച്ച് അങ്ങനെ ഒന്നുകൊണ്ട് ഇങ്ങനെ വിറക്കരുത് തൊട്ട്. ഷോക്ക് അടിച്ചാന്നോർത്ത് ഞാൻ വല്ല ഒലക്കയ്ക്കും അടിക്കും. ആ പിന്നെ കിട്ടണ ചാൻസ് നമുക്ക് പാഴാക്കണ്ട. അതേ പിടിച്ച് തള്ളല്ല. ഇതെല്ലാം കൂടെ അവിഞ്ഞു കുവിഞ്ഞ് പായസം പോലെ ഇരിക്കും. നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാനുള്ളതാ. കഴുകി മാറ്റണം. കഴുകി ഉള്ളെല്ലാം ക്ലീൻ ചെയ്ത് മാറ്റണം. ആ മതി. ബാ കൊണ്ട ഇതിനകത്തേക്ക് ഇട്ടോ. ബാ ഒരു നുള്ളു മീറ്റ് മസാലയും ഒരു നുള്ളു ഗരം മസാലയും കൂടെ ചേർക്കണം. നുള്ളു മതി. അത് മതി. ഇതിപ്പം നിരവി തോണ്ടി അങ്ങ് ചാടിക്കണോ വെള്ളത്തിൽ കലക്കി ഒഴിക്കണോ? വെള്ളത്തിൽ കലക്കിയാലോ? കുടിക്കാൻ മതി വെള്ളത്തിട്ട് ചോള. ഇനി കുളിക്കോ? ആ മതി. ഒരു നുള്ള മീറ്റ് മസാല. കടല വെന്തതാ, കപ്പയും വെന്തതാ. അപ്പൊ ഇത് മൂടി വെക്കണ്ടേ? തീച്ചിരി കുറച്ചിടാ അല്ലേ? തേങ്ങ ഒന്ന് വേവാൻ മൂടി വെക്കണ്ടേ? മൂടി വെക്കാൻ മുകളിലായിരിക്കും മൂടില്ല. ഇപ്പൊ നമുക്ക് ഇതില് ഏറ്റവും കൂടുതൽ വന്നത് പച്ചപ്പയറാണ് കേട്ടോ. 1.5 കിലോയോളം പച്ചപ്പയറുണ്ടായിരുന്നു. കാരണം ഏറ്റവും വലിയ ഇവിടെ 3 കിലോ ഇറച്ചി വാങ്ങി വെക്കണ ഒരു പാത്രമാണ് ഇത്. അതിനകത്താണ് ഇപ്പം ഞാൻ പച്ചപ്പയർ കഴുകാനെടുത്തത്. കാരണം ഇത്ര ഉള്ളത് കൊണ്ട് ബാക്കി പച്ചക്കറി ഞാനെല്ലാം കഴുകി വാരി ഇതിനകത്തേക്ക് വെച്ചു. ബാക്കി മറ്റേതിനകത്തേക്ക് 2 പാത്രം നിറച്ച് വെച്ചു. മറ്റേത് കയറ്റി വെച്ചു. അതായത് മത്തങ്ങ, ചേന ഇതെല്ലാം കുരുവൊക്കെ കളഞ്ഞ്, വെള്ളരിക്ക, കുമ്പളങ്ങ, പടവലങ്ങ ഇതെല്ലാം കുരു കളഞ്ഞിട്ട്
നന്നായിട്ട് കഴുകി അങ്ങ് വെച്ചു. അതിന് ഒരാഴ്ചയോളം ഇരുന്നോളും ഫ്രിഡ്ജിനകത്ത്, ഒരു കുഴപ്പവും വരില്ല. പിന്നെ പച്ചപ്പയറോടെ എടുത്ത് വെച്ചാൽ മതി. അപ്പം നമ്മളിതാ ഈ ചക്കക്കുരു ഒരുക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. കുറച്ചേ ഉണ്ടാക്കണം. ഉണ്ടാക്കി കഴിഞ്ഞാലേ ആരും കഴിക്കത്തില്ല, അതവിടെ ഇരിക്കും. പിന്നെ കറി അധികമായി പോയി എന്നും പറഞ്ഞിട്ട് പിന്നെ ഫ്രിഡ്ജിൽ ഇറക്കി വെക്കേണ്ട വരും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്തേക്ക് വന്നേക്കുന്നുണ്ട്. നമ്മൾ കുറച്ചേ ഉണ്ടാക്കണം. കുറച്ചുണ്ടാക്കിയാൽ മതി. ഫ്രിഡ്ജിലിരിക്കും, കുറച്ച് കഴിയുമ്പോൾ അതെടുത്ത് കളയും. എന്തിനാ കഷ്ടപ്പെടണേ? ചേട്ടനാണെങ്കിൽ ഇച്ചിരി ചാറാണേലും കിട്ടിയാൽ മതി. ചക്കക്കുരു വാങ്ങാം. ചക്കക്കുരു മാങ്ങ ഇഷ്ടമുള്ളവരൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. എനിക്ക് ചക്കക്കുരു മാങ്ങ വലിയ ഇഷ്ടമില്ല. ചക്കക്കുരു വെള്ളത്തന്നെ ഇഷ്ടമായി എനിക്ക് പൊതുവെ ചാറുകറിയോട് വലിയ ഇഷ്ടമൊന്നുമില്ല ചേട്ടാ. എനിക്ക് ചോറ് പച്ച ചോറായിട്ട്, ചോറിനകത്തെനിക്ക് കറിയുടെ ഗ്രേവി ഒന്നും പാടില്ല. പിന്നെ എനിക്ക് ഇച്ചിരി എങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കില്ലേ മീൻകറിയേ ഇഷ്ടമുള്ളൂ. മീൻകറി, മീൻചാറ്. ബീഫിൻ്റെ ആണെൻ്റെ ചാറൊന്നും എനിക്കിഷ്ടമില്ല. പക്ഷെ ബീഫ് ചാറായിട്ട് ഉണ്ടാക്കി ആ ചൂടോടുകൂടി കഴിക്കാൻ എനിക്കിഷ്ടമാണ്. ചാറും ഞാൻ കഴിക്കാമൊന്നുമില്ല. മീൻകറി നല്ല ഇങ്ങനെ കുറുകെ അല്ലാത്ത പാകമാണെങ്കിൽ എനിക്ക് ആ ചാറ് കുടിക്കണം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുടിക്കാറുമുണ്ട്. ഇപ്പം പിന്നെ ചേട്ടന് കുറുകെ മീൻ ഇഷ്ടമായതുകൊണ്ട് ഇപ്പം അധികം ചാറുണ്ടാക്കണില്ലല്ലോ. അന്നേരം അത് കുടിക്കണം എനിക്കിഷ്ടമല്ല. അതിനോട് ചക്കക്കുരു മാങ്ങ എനിക്ക് ഇതില് ചക്കക്കുരു മാങ്ങ, പാവയ്ക്ക, ക്യാബേജ്, പാവയ്ക്ക വറുത്തരച്ച് വെക്കണ എനിക്ക് എന്ത് ഇഷ്ടമാണ്. അത് നമുക്ക് തോരനില് പാവയ്ക്ക തോരൻ, ക്യാബേജ് അല്ല ബീറ്റ്റൂട്ടും ക്യാരറ്റും ബീറ്റ്റൂട്ടും കൊണ്ട് രണ്ടും കൂടെ തോരൻ വെക്കില്ലേ, അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അതൊക്കെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ആക്കി എടുക്കുമ്പോൾ നല്ല എനിക്ക് ടേസ്റ്റ്. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ട് കുറേ നാളായി. അത് അരിഞ്ഞ് താറാമയ്ക്ക് കൊടുത്തോടാ, വെള്ളം ഒഴിച്ചാ അരിഞ്ഞു പോകരുത് വെണ്ടയ്ക്ക. മറ്റേ അല്ലാതെ കിടക്കണം. മൊബൈൽ വർക്കിംഗ് ആണോ? അതെ. വീഡിയോ എന്നാ ചേട്ടനെ കാണാൻ വേണ്ട. പക്ഷെ ചേട്ടൻ അങ്ങോട്ട് നീങ്ങിയല്ലേ ഇരിക്കണേ. ഇപ്പൊ ചേട്ടൻ നിറങ്ങി വന്നേക്കുന്ന. ഞങ്ങള് കപ്പയൊക്കെ പുഴുങ്ങിട്ട് ഇളക്കിയതൊന്നും വീഡിയോ എടുത്തില്ല അല്ലേ. പിന്നെ കപ്പ ഇളക്കണം ചേട്ടനെന്ന് എല്ലാവർക്കും അറിയാം. അത് പിന്നെ അത്ര കണ്ടത്തിലാണ് കപ്പ. അതോടെ ഇങ്ങോട്ട് അത് തുന്നു തീർക്കണ്ട. അതായത് അടുത്ത മാസം എന്തായാലും ഇട്ട് പുഴുങ്ങാം. വലിയ ഇത്ര ഉള്ളൊരു കപ്പയായിരുന്നു നമുക്ക് കണ്ടം പൂട്ടിയപ്പോ കിട്ടിയതാ. അതെ, അടുത്ത നടാൻ വേണ്ടി ഞങ്ങള് കണ്ടം പൂട്ടിയപ്പോ കഴിഞ്ഞ പ്രാവശ്യം നട്ട് പറിച്ചതിന്റെ ബാക്കിയിടുന്നു. ഇവനെ കപ്പ എടുത്തോണ്ട് ഓടിപ്പാഞ്ഞു വന്നു. മാറയ്ക്ക് അങ്ങോട്ട് വീഡിയോ എടുക്കുമ്പോഴാണോ അതിനകത്തേക്ക് ഒഴുക്കി എടുത്തിട്ടാണ് സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഇവൻ കപ്പ എടുത്തോണ്ട് ഓടി വന്നത് ചെളിക്കകത്തേക്ക് മുന്നും കുത്തിട്ടുണ്ട്. സൂര്യ നമസ്കാരം ചെയ്തിട്ട് പോയി. അത് ഇപ്പൊ 2 കുഴിക്കുന്നുണ്ട് ഒരൊറ്റ കപ്പ. അതാണ് കപ്പ. അത് എന്നിട്ട് ഞാനടുത്ത് വേവൂലെന്ന് ഓർത്തു. ഇനി മഴയൊക്കെ പെയ്തു. പക്ഷെ അത് നന്നായിട്ട് വെന്ത്.
മുരിങ്ങാക്കോല എവിടെയാ ചേട്ടാ? ഫ്രിഡ്ജില്. എടുത്തരോ? മുരിങ്ങക്കോൽ ഇച്ചിരി കൂട്ടിട്ടോ. മുരിങ്ങാക്കോല മുരിങ്ങാക്കോല കൂട്ടിട്ടോ. അതിനാ അതിന്റെ മുമ്പിൽ കൊണ്ട് വെക്കല്ലേ? എത്രയാണ് തരുവാണേ താ ചേർക്കാം. പോയോ? ഇല്ല. ഞാൻ കഴിച്ചോ. എടാ നിനക്കൊരു പണി വെച്ചടാ. ഈ മുളകിന്റെ പുറകിലെ പാത്രത്തിൽ ചെമ്മീൻ ഇരിപ്പുണ്ട്. അതിന്റെ തലേ വാരി ഒന്ന് പറിച്ചതാ. അതെ അങ്ങോട്ടും പോയി. ഭയങ്കര ഉന്നവാ. ആൾക്കാരവർക്ക് അച്ചിങ്ങാപ്പാറ വഴിക്കണം, മുരിങ്ങാക്കോല ഇടണം. ഇത് എവിടെ കിട്ടിയതാ? ഇപ്പൊ നമ്മുടെ ചക്കക്കുരു അരിഞ്ഞു കേട്ടോ. അവിടെ വെച്ചാലാ ചേട്ടൻ്റെ ചിരി നോക്കിക്കേ. ചക്കക്കുരു മാങ്ങാക്കറി. ആളെ ചെമ്മീൻ കേടായിപ്പോയി. ചെമ്മീൻ നമ്മൾ മുമ്പ് വാങ്ങിയതാ. അപ്പം അതിലൊന്ന് ഉറുമ്പൊക്കെ കയറിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പൂച്ച വലിച്ചിട്ട് അങ്ങനെയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി. മാങ്ങ എത്ര ഇടണം? പുളി അനുസരിച്ചാണ്. 4 വാങ്ങിയിട്ടാ പോരെ? ചേട്ടന് ഇഷ്ടമാണ് പുളിയൊക്കെ. ഇതിനകത്ത് ഇനി ചക്കക്കുരു ഉണ്ടല്ലോ ചേട്ടാ. അല്ല അരിഞ്ഞതാ. മാങ്ങയും മുരിങ്ങക്കോലും ഒന്നിച്ച് അരിച്ച് വെച്ച് കൂട്ടി വെച്ചാൽ മതി ഒരു പാത്രത്തിൽ. ഏത് പ്രാവശ്യത്തെ? വാർക്കപ്പുറത്തേക്ക് ചാടി ചില വാങ്ങി ചതഞ്ഞ് പോയിട്ടുണ്ട്. ഒരു വീടിൻ്റെ അവിടെ കാച്ചത്. അപ്പൊ ഇത് അത്ര മൂക്കാട്ടാണ്. അയ്യോ എന്തൊരു പുളിയാ. സൂപ്പർ. ചേട്ടൻ വരുമ്പോൾ ചേട്ടനോട് എടുത്ത് കഴിക്കാൻ പറയാം. ഇതൊക്കെ വാങ്ങിട്ടോ. സൂപ്പർ. ചേട്ടാ ചേട്ടനാ വഴി കിടക്കാൻ പോയോ? മീനിട്ട് വെക്കാൻ നല്ലതാ. നല്ല പുളിയുള്ളതാണ്.
വീട്ടിലിരിക്കുവായിരുന്നെങ്കിൽ പൊളിക്കായിരുന്നു. സത്യം പറയാനൊക്കെ വീട്ടിലിരിക്കാൻ കൊതിയാവുന്നു. ചേട്ടാ ഈ മാങ്ങയുടെ ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കിക്കേ. നോക്ക്, അങ്ങോട്ട് നോക്കി കഴിക്കാം. അതെന്നെ കാണിക്കുന്നത്. അത് മുഖത്ത് വാങ്ങിയ കണ്ടി കുറച്ചിട്ട് ഞാൻ ആൻസൂട്ടനെ ഇവിടെ ഉറങ്ങിപ്പോയിട്ടോ. ആൻസൂട്ടാ ഉറക്കം വരുന്നുണ്ടോ? ഇല്ലാന്ന് ഉറങ്ങിക്കൊണ്ട് പറയില്ലാന്ന്. ഉറക്കം വന്നില്ലാന്ന് ഉറങ്ങിക്കൊണ്ട് പറഞ്ഞതാ. ഇതാ നമ്മുടെ സപ്പർ ദാറ്റി സപ്പർ. ഈ കൊട്ടിക്കൊണ്ടിരിക്കണ എന്തിനാ? ഇത്ര ഉള്ള മൊത്തം അതിനാ ഇത് കൊള്ളാവോ ചേട്ടാ? വെള്ളം വെള്ളം പോലെ വന്ന വെള്ള എന്നാ അത് പിരിഞ്ഞു പോയതാ. നാളെല്ലാം തുടച്ചിട്ട് അതിലെല്ലാം കൊട്ടി കൊട്ടി ചാടിച്ച് ഞാൻ അയ്യോ എൻ്റെ കാലേ. ഭാഗ്യം ചാടിയില്ല. അയ്യോ എൻ്റെ കാലേ. എടാ എണീറ്റ് പോടാ. മാങ്ങ അല്ല മാങ്ങയാ, മൊത്തം മാങ്ങയാ. ആൻസ നീ എഴുന്നേറ്റ് എന്തായാലും സംസാരിക്ക. എൻ്റെ വീഡിയോയ്ക്ക് നീ കൊണ്ടുവന്ന മാങ്ങയൊക്കെ ഒന്നെടുത്ത് കാണിക്ക. എടാ എന്നെ വീഡിയോയ്ക്ക് സംസാരിക്കാൻ ആളില്ലാന്നേ. ആ നമുക്ക് കിടന്നുറങ്ങാൻ പോവാ. കിടക്കാ എണീറ്റ് പോടാ. എടാ എണീക്കടാ, എനിക്ക് എന്ന് എണീക്കണമെന്നേ. ഓ ഈ ചെറുക്കൻ്റെ കാര്യം ഓർക്കണം. അയ്യേ ഉറങ്ങണു ഉറങ്ങണു, അയ്യേ ഉറങ്ങണു ഉറങ്ങണു എല്ലാവരും കളിയൊക്കെ. അയ്യേ ആ കുളിക്കോ ഇല്ല, പല്ലും തേക്കോ ഇല്ല, ഉടുപ്പും മാറൂല, കോഴിയുടെ കൂടെ അടക്കും, പട്ടിയുടെ കൂടെ അടക്കും, പൂച്ചയുടെ കൂടെ അടക്കും. എല്ലാം സമ്മതിച്ച് തലയാട്ടി. ഉറക്കം വേണ്ടി പോക്കാം. ഇവനെല്ലാണ്ട് ഇരുന്നാ കഴിക്കൂല. അവനോട് കിടക്കാൻ പറ. സോസൊക്കെ തിന്നതാ വാങ്ങിച്ചോണ്ട് വന്ന. പൊക്കോടാ പോയി കിടന്നോ. എടാ പൊക്കോടാ. എടാ പോയി കിടക്കാൻ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങാതെ. എടാ കൂന് പിടിക്കൂടാ. ആണെങ്കിൽ വീട് ഈ അടുക്കള മൊത്തം തുടച്ചിട്ട് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് സ്ലാബും തുടച്ചിട്ടു. ഇനി അതെല്ലാം അങ്ങോട്ട് ഉണങ്ങി കിട്ടിയാൽ മാത്രം മതി. ഇനിയിപ്പോൾ നമുക്ക് ഇത്രയും ഭാഗത്ത് ചേട്ടൻ തുടച്ചിട്ടു, ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് മാത്രം മതി. ആൻസാണെങ്കിൽ എൻ്റെ പുറകിലിരുന്ന് ഉറങ്ങുക. അത് ഉറങ്ങാൻ കിടന്ന കൊച്ചിനെ വിളിച്ചെണീപ്പിച്ചോണ്ട് വന്നാൽ ഫുഡ് കഴിക്കാൻ പറഞ്ഞു. അവൻ കണ്ടലാതി കുണ്ടലാതി എല്ലാം കഴിച്ചിട്ടിരിക്കുന്നുണ്ട്. അവന് വിശക്കണില്ല. ഇവിടെ ഒരാളിരുന്നുകൊണ്ട് ഭയങ്കര ചായ കുടിയാണ്. അട്ടിൻ പാൽ ശരീരം മെലിയും, വണ്ണം കുറയും, കുടവയറൊക്കെ കുറയും. എന്നിട്ട് 1 മാസമായിട്ട് വയറും കുറയണില്ല, വണ്ണം പറഞ്ഞില്ല. നടക്കാൻ പോയപ്പോ നന്നായിട്ട് മെലിഞ്ഞായിരുന്നു. കവളല്ല പൊട്ടിപ്പോയായിരുന്നു. നടക്കാൻ പോകാത്തോണ്ട് ഇപ്പതേ ഡുണ്ടു 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 ഡുണ്ടു. ആളാമയറോ മുമ്പിൽ, ആളാമയറോ മുമ്പിൽ. എന്റെ വയറ് കണ്ടിട്ട് ആൾക്കാർ ഇട്ട് ഗർഭിണിയാണോ ചേച്ചി ഗർഭിണിയാണോ അതെന്റെ വീഡിയോയിൽ എന്ന് വരുന്നോണ്ട് ഇപ്പൊ ഞാനത് മൈൻഡ് ആക്കാറില്ല സുഹൃത്തുക്കളെ. അത് ഞാൻ തന്നെ ചെയ്യണല്ല. ഞാൻ അങ്ങനെ പറഞ്ഞാ മതി. എന്നാ ചേട്ടാ ഇങ്ങനെയൊക്കെ പറയണെന്ന് വേണ്ട. തന്നെ എടുക്കാനൊക്കെ കഴിയുണ്ട്. ചായ പോയി കിടന്നോ. നീ അവിടെ ചുമ്മാ ഇരുന്ന് നോക്കണ എങ്ങനെ നോക്കണേ. അങ്ങോട്ട് പോയി മോരി എടുക്കും.
മീനുണ്ടായിനകത്ത് ചേട്ടാ എന്തോരം കപ്പ കഴിക്കും ചേട്ടാ? ഇതോ ഞാൻ മീൻകറി കൂട്ടണില്ല, ഞാൻ ഇച്ചിരി നാരങ്ങാച്ചാറ് ഇത്രയും തിന്നില്ലായിരിക്കും. തിന്നില്ല. ഇച്ചിരി നാരങ്ങാച്ചാറൊക്കെ സ്പൂൺ എടുക്കട്ടെ. നടന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം തെളിഞ്ഞെന്തിനോ പോക്കാൻ. എടാ പോയി കിടന്നോടാ, ചുമ്മാ ഇവിടെ ഇരുന്ന് ഉറങ്ങണ്ടാ, പൊക്കോടാ, പോയി കിടന്നുറങ്ങിക്കോ. എന്നാ കൈ ഇടണേന് മുമ്പ് എടുക്കാവോ? കൈ ഇടണേന് മുമ്പേ കപ്പപ്പുഴുക്കില്ലേ അതങ്ങ് പൊളിക്കുന്ന ഇച്ചിരി അധികം തന്നേരെ കേട്ടോ, ചേർത്ത് തന്നേരെ. ഇങ്ങനെ കഴിക്കുമ്പോൾ ഞാൻ പിന്നെയും കഴിക്കും. ചേർത്താ അയ്യോ അവിടെ ചാടി. ഇച്ചിരി വെള്ളം എടുത്ത് വെക്കണോ? വേണ്ട. അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ട് കഴിക്കാനായിട്ട് തുടങ്ങുവാണ് കേട്ടോ. ഇവൻ ഉറങ്ങും, അവനൊന്നും കഴിക്കണില്ല. അപ്പം നമ്മൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതെടുത്ത് വെച്ചില്ല ചേട്ടാ, അത് അങ്ങോട്ട് ഇട്ടേക്കാം. ആ വേണ്ട. അപ്പം ഇതാണ് കപ്പയും കടലയും കൂടെ ഇട്ട് പുഴുങ്ങിയത്, അതിൻ്റെ കൂടെ ഒരു നാരങ്ങ അച്ചാർ. നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ. ഇനി വേറെ പുതിയ വിശേഷവും പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വിശേഷവും പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരും വരേക്കും. ദിസ് ഇസ് സൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.